ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തൻ്റെ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് നമ്മളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ കുറച്ച് വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണിത്. ചിക്കൻ പീസസിലൊക്കെ ഗ്രേവി പൊതിഞ്ഞിരിക്കുന്ന ടൈപ്പായ ഒരു ചിക്കൻ കറിയാണിത്. ഇത് ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ബ്രെഡ്, അപ്പം ഇതിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 500 ഗ്രാം എല്ലോട് കൂടിയ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ പീസസാക്കി നുറുക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 250 ഗ്രാം ചെറുള്ളി വേണം. അത് ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ചെറുള്ളിയാണ് കേട്ടോ ഈ കറിയുടെ ഹൈലൈറ്റ്. പിന്നെ പെപ്പറും. ചെറുള്ളി ഒരു 250 ഗ്രാം വേണം. ഏകദേശം ചിക്കൻ്റെ അളവിൻ്റെ പകുതിയോളം ക്വാണ്ടിറ്റി ചെറുള്ളി വേണം. പിന്നെ 2 മീഡിയം തക്കാളി, 3 വലിയ പച്ചമുളക്, പിന്നെ ഒരു 10-20 അല്ലി വെളുത്തുള്ളി വേണം. ഇതെല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ടാണ് നമ്മൾ കറിയിലേക്ക് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില വേണം. അത് നമ്മളുടെ നാടൻ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ കറിവേപ്പില ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ മറ്റ് ഇലകളൊന്നും ചേർക്കാറില്ല. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. നല്ല തരിയായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിനാവശ്യമുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി പിന്നെ ചെറുനാരങ്ങ നീരിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പിന്നെ ഒരു പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, സെസമി ഓയിൽ. അതിലാണ് ഞാനിത് കുക്ക് ചെയ്യണത്. ഇതിൽ ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. പിന്നെ എണ്ണയുടെ ക്വാണ്ടിറ്റി അതും നിങ്ങളുടെ ഇഷ്ടത്തിനാണ് എടുക്കേണ്ടത്. ഇതിലേക്ക് ആ 10-20 വെളുത്തുള്ളി എടുത്തത് നന്നായിട്ട് ചതച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് വഴറ്റണം. അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറും. പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ എരിവ് നിങ്ങൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ കേട്ടോ. ചില പച്ചമുളകിന് നല്ല എരിവുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതിയാകും. അല്ല ഒരെണ്ണോ വല്ലതും ചേർത്താൽ മതിയാകും. പച്ചമുളക് ഇതിനകത്ത് ചേർക്കണമെന്നുള്ളത് ഒരു ആവശ്യമാണ്. പച്ചമുളക് കൂടി ചേർത്താൽ ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഏകദേശം ഒന്ന് സോട്ടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. വേപ്പില മുഴുവനായിട്ടും അല്ല കേട്ടോ, ഇനി ഇടയ്ക്ക് ഒന്നും കൂടി ചേർക്കാനുണ്ട്. ഇപ്പോൾ തൽക്കാലം കുറച്ച് വേപ്പില ചേർത്തിട്ട് വേപ്പിലേക്ക് ഒന്ന് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. വേപ്പിലേക്ക് ഒന്ന് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചെറുള്ളി നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഷാലറ്റ് ചിക്കനാണ് കേട്ടോ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുള്ളിയാണ് ഏറ്റവും പ്രധാനം. ഈ കറിയുടെ ഹൈലൈറ്റ് തന്നെ ചെറുള്ളിയാണ്. ഇതിൽ ഇഞ്ചിയും ചേർക്കാറില്ല കേട്ടോ. പിന്നെ വെളുത്തുള്ളി മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ചെറുള്ളി, ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കണ്ടൻസ്. പിന്നെ ഈ ചെറുള്ളി ഏകദേശം ഒരു പിങ്ക് കളറാവുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തപ്പോഴാണ് കേട്ടോ ഇതുപോലെ ആയത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. പിന്നെ നമ്മളുടെ ചിക്കൻ്റെ അളവ് അനുസരിച്ച് അത് കൂട്ടിയെടുക്കണം. ഇത് 500 ഗ്രാം ചിക്കനാണ് ഞാൻ ഇത്രയും പൗഡർ ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് കൂടുതൽ വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന വേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാലപ്പൊടിയും വേപ്പില എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ
തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളിയിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കുക. അത് ഗ്രേവിക്ക് വേണ്ട ഉപ്പാണ് കേട്ടോ ഇപ്പോൾ ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ തക്കാളിയും മസാലയും എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആകും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കില്ല കേട്ടോ. വെള്ളം ഏറ്റവും അവസാനം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. ചിക്കൻ പീസസ് ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാലയുമായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ചൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, വെള്ളം കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് വളരെ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി ഇല്ലാത്ത കറിയാണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ് വളരെ കുറച്ച് വെള്ളം ചേർക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. ഇത് തന്നെ ഗ്രേവി ആയിട്ട് എടുക്കാം. അങ്ങനെ ഗ്രേവി ആയിട്ട് വേണ്ടവർക്കാണെങ്കിൽ 1 കപ്പ് വെള്ളം ചേർക്കാം. എന്നിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ട് ഗ്രേവി ആയിട്ട് തന്നെ എടുക്കാം. പക്ഷെ ഇത് തിക്കായിട്ട് എടുക്കുന്ന കറിയാണ്, ഇതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളമാണ് ചേർത്തത്. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്ക് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വേകും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്, ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കനൊക്കെ നല്ല പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പോരാത്ത ഉപ്പോ അല്ലെങ്കിൽ ഗ്രേവിക്ക് പുളിയില്ലെങ്കിൽ കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി അടച്ച് വയ്ക്കേണ്ട. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചാൽ അത് ഉടഞ്ഞു പോകും. അപ്പോൾ ഇത് തുറന്ന് വെച്ചിട്ട് നമുക്ക് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ്. നമുക്ക് ഇതൊന്ന് ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഷാലറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെയാണ് വരുന്നത് കേട്ടോ. ചെറുള്ളിയിൽ ചെയ്യുന്നത് കൊണ്ട് വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഷാലറ്റ് ചിക്കൻ ഞാനിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആണ്. നല്ലൊരു കോമ്പിനേഷനാണ് ചോറിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.